ഹലോ മൈ ഗായ്സ്. അപ്പൊ ഇന്നത്തെ പരിപാടി അസൈൻമെന്റ് ഈ സമയത്ത് വെക്കില്ലാട്ടാ. ഞാനും ബെവിന് ജീനൊക്കെ ഇപ്പൊ എടുത്ത് തുടങ്ങിയിട്ടോട്ടാ. നമ്മുടെ ലില്ലിയുടെ ഏകദേശം കഴിഞ്ഞുട്ടാ. അങ്ങനെ ഒരു വലിയ ശബ്ദം കിട്ടട്ടെ ഞാൻ അടിയിലേക്കൊന്ന് ചെന്ന് നോക്കിയിട്ടാ. സൃഷ്ടിയുടെ സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. ഞാൻ പോയ സമയം കൊണ്ട് ലില്ലി പേജിന്റെ ബോർഡർ ഒക്കെ വരച്ചോട്ടാ. അങ്ങനെ അസൈൻമെന്റ് ഒക്കെ കഴിഞ്ഞ് ഞാനും ബെവിനും കൂടി പോയിട്ട് JBC ഫ്രൈഡ് റൈസ് കഴിച്ചുട്ടാ. ഫുഡ് കഴിച്ച് വന്നപ്പോഴേക്കും പരിപാടി ഓണായിട്ടാ. ഫ്രണ്ടിൽ തന്നെ പോലീസ് മാമന്മാരുണ്ടായിരുന്നു. ഷെറിനെ എന്റെ വ്ളോഗിൽ വരണില്ല എന്നുള്ള ജാതി വിഷമായിരുന്നു. അത് തീർത്തു കൊടുത്തു നമ്മള്. അങ്ങനെ പരിപാടി തുടങ്ങിയത് ഒരു ഡാൻസ് ചെയ്യുന്നാട്ടാ. 100 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന സംഭവം നടന്നുണ്ട് നമ്മുടെ കോളേജിൽ. റിഫുദേ ശ്രീഹരിക്ക് സ്വന്തം പൈസ കൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു ഗായ്സ്. അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങിയിട്ടാ. ഡീൻ ജോൺസ് സ്റ്റേജിൽ കയ്യേറിയിട്ടാ മക്കളെ. എന്റെ പൊന്നെ DJ സീൻ പരിപാടി ആയിരുന്നുട്ടാ. നമ്മുടെ കോളേജിൽ വെച്ച് നടന്ന ടോപ്പ് പരിപാടി ഒരു പരിപാടി ആയിരുന്നിട്ട്. DJയുടെ കൂടെയുള്ള ഡാൻസേഴ്സും DJയും പാവയും എല്ലാം കൂടി കളറാക്കിട്ട നല്ല പരിപാടി. ഏത് മൂട്? പൊളി മൂട്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ. പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അമ്മാനും കിട്ടിയ പെറ്റി തുറന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ ആശ്മിനാട്ടാ. തുറന്നു നോക്കിയപ്പോ അയ്യോ ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. പറ്റില്ല നമ്മളെ. ബെസ്റ്റ് ഐസ്ക്രീം വണ്ടി ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ DJ കഴിഞ്ഞിട്ട് ഡാൻസിന്റെ കോമ്പറ്റീഷനിലേക്ക് എത്തിയിട്ടോ. ഇവരുടെ ഡാൻസ് ആട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെ. ഒരു വെടിക്കുള്ള ഉണ്ടാക്കാൻ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്ക. അങ്ങനെ പരിപാടിയൊക്കെ സൈഡായപ്പോ നമുക്ക് ജ്യൂസ് വാങ്ങി തന്നുട്ടോ. അടുത്തത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടി കഴിയാറായെന്ന് മനസ്സിലായപ്പോ നമ്മൾ പതുക്കാനെ അവിടെ നിന്ന് സ്കൂട്ടായിട്ടോ. ഞാൻ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് തെറിച്ചു വിട്ടോ. അപ്പൊ ശുക്രിയാട്ടാ.